എവരിവൺ, ബിഗ് ബോസ് സീസൺ 6ന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ടാസ്ക് ആണ്. അപ്പൊ അതിലെ ആദ്യത്തെ ദിവസമായത് ഇന്നലെ നമ്മുടെ ഋഷിയുടെ അമ്മയും അതുപോലെ അൻസിബയുടെ ഫാമിലിയും ഇതാട്ടോ ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളത്. അൻസിബയുടെ ആ ഒരു ഉമ്മ നമ്മുടെ ജാസ്മിനെ എങ്ങനെയൊക്കെയോ വാനോളം പുകഴ്ത്താനായിട്ട് കൊട്ടേഷൻ എടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീലായിരുന്നു. ഋഷിയുടെ അമ്മ കുഴപ്പമൊന്നുമില്ല, ജെനുവിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിന്നു. ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നിട്ടുള്ളത് നമ്മുടെ ശ്രീധുവിന്റെ ഫാമിലി അതുപോലെ അർജുന്റെ ഫാമിലി. ശ്രീധുവിന്റെ അമ്മ വളരെ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത്. ബിഗ് ബോസിനകത്ത് ശ്രീധു അവിടെ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഏതൊരമ്മയും ചെയ്യുന്ന കാര്യാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെൺമക്കളുള്ള അമ്മമാര്, പ്രത്യേകിച്ച് മക്കളോട് സ്നേഹമുള്ള ഏതമ്മമാരും ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ശ്രീധുവിന്റെ അമ്മ ചെയ്തിട്ടുള്ളത്. ബിഗ് ബോസിൽ ശ്രീധു എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ പ്രത്യേകം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ ഒരു ചാൻസിൽ ശ്രീധുവിനോട് പറഞ്ഞു, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കിടന്നുറങ്ങണം, പിന്നെ നീ എന്തിനായി സംസാരിച്ചിരിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ രീതിയിലായിരുന്നു കേട്ടാ. നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ തെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയും, അതേ ലെവലിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും 10-60 ദിവസത്തിന്റെ മേലെ വരെ ഈ അമ്മ ക്ഷമിച്ചു, കാരണം പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ബിഗ് ബോസിന് അത് അങ്ങോട്ട് പിടിച്ചില്ല. അമ്മേനെ നേരെ കൺസെഷൻ റൂമിലേക്ക് വിളിച്ചു, വാർണിംഗ് ചെയ്തു, പുറത്തത്തെ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞു. 4 ഫാമിലിയാണ് നമ്മുടെ ഹൗസിന്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ബിഗ് ബോസിന്റെ ആ ഒരു പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് പക്കയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അൻസിബയുടെ ഉമ്മ ആയിരിക്കും. അൻസിബയുടെ ഉമ്മ ഒരു പാവാണ്, അപ്പൊ ആര് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ആ ഒരു രീതിക്കാണ് എന്ന് നമുക്ക് ആ ഒരു ആളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി ശ്രീധുവിന്റെ അമ്മ തിരിച്ച് ഓപ്പോസിറ്റ് ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പറയും, എൻ്റെ മോളുടെ ലൈഫാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരാളാട്ടാ. ഇതേ സമയം നമ്മുടെ അർജുന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിട്ടോ. അർജുന്റെ സിസ്റ്റർ പ്രത്യേകിച്ച് എടുത്ത് പറയണം, അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ ഒരു കൂട്ട് നല്ലതാണ്, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതിനേക്കാളും നിനക്ക് സംസാരിക്കാനായിട്ട് ഒരാൾ നല്ലതാണ് എന്നാണ്. പിന്നെ ശ്രീധുവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് അവരിതിനൊരു നെഗറ്റീവായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. എന്തൊരു പ്രശ്നം വരുമ്പോഴും കൂടുതൽ കെയർ ചെയ്യേണ്ടത് പെണ്ണിനെയും അവരുടെ വീട്ടുകാർക്കുമാണ് അത് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജാസ്മിന്റെ പേരിൽ കുറേ വിവാദങ്ങൾ പുറത്ത് കേൾക്കുമ്പോൾ ശ്രീധുവിന്റെ അമ്മയ്ക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, സ്വാഭാവികം. നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളൊന്നും അത്ര അങ്ങോട്ട് വെടുപ്പല്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പൊ ഒരു അമ്മ എന്നുള്ള രീതിക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിലേക്ക് തട്ടിയിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോന്നാ മതി എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും കേട്ടോ ആ അമ്മയ്ക്കൊക്കെ ഉണ്ടാവുക. ഇനിയും ഒരുപാട് ഫാമിലീസ് വരാനുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ജാസ്മിന്റെ ആ ഒരു ഫാമിലി. അവര് വന്നിട്ട് ജാസ്മിന് കിട്ടുന്ന ആ ഒരു ചാൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നറിയാനാട്ടോ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്. കാരണം അത്രയ്ക്ക് നെഗറ്റീവാണ് ജാസ്മിന് പുറത്തുള്ളത്. അപ്പൊ അവരും ഇതുപോലൊരു ഗ്യാപ്പ് കിട്ടാനായിട്ട് കാത്തിരിക്കും. കിട്ടിയ ചാൻസിൽ അവരെന്തായാലും മുതലാക്കിയിരിക്കും. ബിഗ് ബോസിന് അന്നത്തെ ആ ഒരു ദിവസം അവർ വന്നു കഴിഞ്ഞാൽ തലവേദനയോട് തലവേദനയായിരിക്കും. കൺസെഷൻ റൂമിലേക്ക് വിളിച്ച് ആളങ്ങോട്ട് മടുത്ത് വിയർത്ത് കുളിച്ചിരിക്കാനാ സാധ്യത. ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരോടും ബൈ.